ഹലോ, നമുക്കിന്നൊരു കക്കയിറച്ചി റോസ്റ്റ് വെച്ച് നോക്കാവേ. അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് അതിനെ നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് അതിനെ അടുപ്പിലേക്ക് വെക്കാം. അതൊരു 10 മിനിറ്റ് കിടന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ കക്കയിറച്ചി ഒരു ഊറ്റുപാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 2 സബോള, 2 തക്കാളി, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണേ. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഞെരടി കഴുകിയിട്ടാണ് ചതച്ചിട്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കാവേ. 4 പച്ചമുളക് കട്ട് ചെയ്തത് നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള നമുക്കിതിലേക്കിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്കയിറച്ചി വേവിക്കാൻ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഒരുപാട് ഇടണ്ട. നന്നായി വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴണ്ട് ആ സബോളയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ടേ. നമ്മളൊന്ന് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ സബോളേനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണേ. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. സാധാരണ കക്കയിറച്ചി റോസ്റ്റിൽ അങ്ങനെ തക്കാളി ഒരുപാട് പേര് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തക്കാളിയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. നല്ലപോലെ നമുക്കിത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ആ ഒരു തക്കാളിയുടെ നീരെല്ലാം ഇതിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് മസാലകളാണ്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ലേശം ജീരകം പൊടിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ അതിൻ്റെ ഒരു ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. നമ്മളിനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാമേ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം ചട്ടി തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കക്കയിറച്ചി നല്ല ആവി പറക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.